ഹിന്ദുത്വ അജണ്ടകൾ സിനിമയായി വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സുഖമായിട്ട് ആ സിനിമകൾ ഇവിടെ റിലീസ് ചെയ്യാൻ കഴിയും. സബർമതി റിപ്പോർട്ടായാലും കശ്മീർ ഫയൽസ് ആയാലും കേരള സ്റ്റോറി ആയാലും പോട്ടെ, ഇവിടെ റിലീസ് ചെയ്ത ഏത് പ്രൊപ്പഗാൻഡ സിനിമയായാലും സെൻസർ ബോർഡിൽ നിന്ന് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. സർക്കാർ അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഭൂലെ എന്നൊരു പുതിയ സിനിമയെക്കുറിച്ചാണ്. ആനന്ദ് മഹാദേവൻ സംവിധാനം ചെയ്യുന്ന ഒരു ബയോഗ്രഫിക്കൽ സിനിമയാണ് ഭൂലെ. പറയുന്നത് സോഷ്യൽ റിഫോമേഴ്സ് ആയിരുന്ന ജ്യോതിറാവ് ഭൂലെയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യ സാവിത്രി ഭായ് ഭൂലെയുടെയും കഥയാണ്. 19ാം നൂറ്റാണ്ടിലും ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്ന കാസ്റ്റ് ആൻഡ് ജെൻഡർ ഇൻജസ്റ്റിസിനെതിരെ ഇവർ നടത്തിയ പോരാട്ടവും വിദ്യാഭ്യാസ രംഗത്ത് അവർ കൊണ്ടുവന്ന മാറ്റവും അതിനൊപ്പം തന്നെ ആദ്യമായി എങ്ങനെ പെൺകുട്ടികൾക്ക് വേണ്ടി 1848 പൂനെയിൽ അവർ ഒരു സ്കൂൾ തുടങ്ങി എന്നിവയൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. I have a dream. एक ऐसा समाज हो जहां कोई प्रधान नहीं, सब समान हो. The man with a mission, Jyotiba Phule. ട്രെയിലർ പുറത്തിറങ്ങിയതോടെ ആർക്ക് കുരുപൊട്ടി? മഹാരാഷ്ട്രയിലെ ബ്രാഹ്മിൺസ് അസോസിയേഷൻ. അവരുടെ കമ്മ്യൂണിറ്റിയെ ഡീഫെയിം ചെയ്യുകയാണ് സിനിമ എന്നാണ് വാദം. അതായത് 19ാം നൂറ്റാണ്ടിലും അതിനു മുമ്പും ഇവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കാണിച്ചപ്പോൾ അത് ഡിഫമേഷനായി. അങ്ങനെയൊന്നും അവർ ചെയ്തിട്ടില്ല എന്നല്ല, അത് കാണിക്കരുതെന്ന്. തീർച്ചയായിട്ടും ബ്രാഹ്മിൺസ് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് ഒപ്രസ്ഡ് കാസ്റ്റ് തന്നെയാണ് സിനിമയുടെ വിഷയം. എങ്ങനെയാണ് അവർ 100 വർഷത്തോളം ഒപ്രസ്ഡ് കാസ്റ്റ് ഉള്ളവർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചത്, അതിനെതിരെ നിന്നവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് എന്നൊക്കെ ഇവിടെ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. ഈ സിനിമയിൽ ഇവർക്ക് ആദ്യം എടുത്തു മാറ്റേണ്ട സീൻ ഏതാണെന്ന് അറിയാമോ? പണ്ട് സാവിത്രിബായി ഭൂലെ തന്റെ സ്കൂളിലേക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പോകുമ്പോൾ 2 വസ്ത്രം കയ്യിൽ കരുതുമായിരുന്നു. എന്തിനാണെന്ന് അറിയാമോ? പോകുന്ന വഴിക്ക് അവിടെയുള്ള ബ്രാഹ്മിൺസ് അവർക്ക് നേരെ ചാണകവും ചെളിവെള്ളവും കല്ലുകളും എടുത്തെറിയുമായിരുന്നു. അതെല്ലാം തരണം ചെയ്ത് സ്കൂളിൽ ചെന്നതിന് ശേഷം വേഷം മാറിയാണ് അവിടുത്തെ പെൺകുട്ടികളെ അവർ പഠിപ്പിച്ചിരുന്നത്. ഒപ്പർസ്ഡ് കാസ്റ്റിനെ പഠിപ്പിച്ചത് മാത്രമല്ല കേട്ടോ, പെൺകുട്ടികളെ പഠിപ്പിച്ചതും അന്നത്തെ ബ്രാഹ്മിൺസിന് ഭയങ്കര കല്ലുകടിയായിരുന്നു. तो लड़कियों को पढ़ा के तुम क्रांति लाओगे? अरे क्रांति लाने का इतना ही शौक है तो देश के स्वतंत्रता संग्राम में जुड़ो. अंग्रेजों की गुलामी तो सिर्फ 100 साल पुरानी है. मैं जिस गुलामी से लोगों को स्वतंत्र करना चाहता हूँ वो 3000 साल पुरानी है. लड़कियों को पढ़ाना बंद करो. फिर हरकत करी तो जान से मार देंगे. चलो एक बात तो समझ आ गई, ये युद्ध नहीं महायुद्ध है. ഇപ്പോൾ സെൻസർ ബോർഡ് പറയുന്നത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ വരുന്ന ഭാഗങ്ങൾ മാറ്റണം, അങ്ങനെയുള്ള ഡയലോഗുകൾ മാറ്റണം എന്നൊക്കെയാണ്. എങ്ങനെ? കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പറയുന്ന സിനിമയിൽ ഇതെല്ലാം വെട്ടിമാറ്റിയാൽ പിന്നെ സിനിമയുണ്ടോ? ആ സിനിമ പിന്നെ ജീവനോടെ ഇല്ല. അതേ സെൻസർ ബോർഡ് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ ഹേറ്റ് സ്പ്രെഡ് ചെയ്ത് സിനിമ ഉണ്ടാക്കിയാൽ ഞങ്ങൾ ഓക്കെയാണ്. പക്ഷെ സത്യസന്ധമായ കാര്യം ഒരു എക്സാജറേഷനും ഇല്ലാതെ സത്യസന്ധമായി പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റത്തില്ല. വിവേക് അഗ്നിഹോത്രിമാരും ത്രിപാഠിമാരും ഇരിക്കുന്ന സെൻസർ ബോർഡിൽ നിന്ന് നമ്മൾ പിന്നെ വേറെ എന്ത് എക്സ്പെക്ട് ചെയ്യണമല്ലേ? ചിലപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഒരു സിനിമയിൽ നിങ്ങൾക്ക് തടയാൻ കഴിയുമായിരിക്കും. പക്ഷേ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് നിങ്ങൾക്ക് ഒരിക്കലും സാവിത്രിബായി ഭൂലെയുടെയും ജ്യോതിറാവ് ഭൂലെയുടെയും ജീവിതം ഇല്ല എന്ന് പറയാൻ കഴിയത്തില്ല. അവർ അനുഭവിച്ച കാര്യങ്ങൾ യുവതലമുറയിലേക്ക് എത്തിക്കൊണ്ട് തന്നെ ഇരിക്കും.